ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എവിടെയാണ് ഇപ്പോൾ? അബുദാബി എയർപോർട്ട്. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് അസർബൈജാനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാക്കേജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സമയം 3 AM ആണ് കേട്ടോ, 3 AM. അപ്പോൾ 3 AM ഞങ്ങൾ 3 വ്യക്തികൾ ഉറക്കമൊക്കെ ഒഴിച്ച് ഞങ്ങളിങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഇക്കുൻ്റെ കയ്യിലുണ്ട് ആ സാധനങ്ങൾ. വാട്ട് ഈസ് ഇറ്റ്? ബോർഡിംഗ് പാസ്. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്? വി ഹാവൻ സെഡ് യെറ്റ്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ? ഓക്കെ, വീഡിയോ കണ്ടിരിക്കുന്നൊക്കെ അബുദാബി എയർപോർട്ടിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു പോകുന്നുണ്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു അസർബൈജാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അസർബൈജാനിലേക്ക് കുഞ്ഞാവിനെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇൻഫാൻറ്റിനെയും കൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. അസർബൈജാൻ പോലൊരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾ പോകുന്നതെങ്കിലും വിസ ഓൺ അറൈവൽ ആണെങ്കിൽ പോലും നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അല്ല നിങ്ങൾക്ക് ക്യൂ നിന്ന് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ നേരത്തെ എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് അവിടെ ചെന്നെത്തിയാൽ വിസ ഓൺ അറൈവലിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട സമയം. അതേപോലെ തന്നെ കറൻസി നമ്മൾ UAE നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഡോളറാക്കി കൊണ്ടുപോകാൻ പ്രത്യേകം ഓർക്കണം. പിന്നെ ഇൻഫാൻറ്റ് നമ്മളെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ബാക്ക് പാക്ക് അലൗഡ് ആണ് കേട്ടോ. അപ്പോൾ വിസേറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് 3 പേർക്കും 10 കിലോൻ്റെ വീതം ബാഗ് അലൗഡ് ആയിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് എക്സസ് ആയിട്ടൊരു ട്രോളി ബാഗ് നമുക്ക് ക്യാരി ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ പാമ്പേഴ്സ് മുതലായവ ഐറ്റംസ്, അവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉൾഭാഗമൊക്കെ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ 2 കൈകളുണ്ട്. ആ കൈകളാണ് ക്യാമറമാൻ. ഇവരുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഞാനാണ്. തൽക്കാലം ഇവരുടെ 2 പേരുടെയും കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ മുഖ്യ പ്രശ്നം. ഞാൻ എന്തുകൊണ്ടാണ് ഈ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത്ര അധികം കവർ ചെയ്യാനും ഇത്ര അധികം എക്സൈറ്റ്മെൻറ്റ് കാണിക്കാനുള്ള കാരണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്രയ്ക്ക് വലുതാണ് ഗൈസ്. 15 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു എയർപോർട്ട് ഉള്ളത്. അപ്പോൾ എന്തോരം വലിപ്പം ഉണ്ടായിരിക്കും ഒരു എയർപോർട്ടിനെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത്രയും വലിയൊരു എയർപോർട്ടാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിക്കൊന്നും നമുക്ക് ഈ വീഡിയോക്കകത്ത് ഫുള്ളായിട്ട് ഈ ഒരു എയർപോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 എപ്പിസോഡ് എടുക്കേണ്ടി വരും ഇങ്ങനെ പോയാലും. എന്തായാലും അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ അവർ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവർ ഒരുക്കിയിരിക്കുന്ന സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ബോർഡിങ് കഴിഞ്ഞു, വിസേറിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് എല്ലാം പൊങ്ങി. പക്ഷേ ഒരു വിഷമം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇക്കുവിന് ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിസേറിലാണ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവിടുത്തെ ആൾക്കാരോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ചുള്ള സീറ്റ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ അവർ തരും മനസ്സലിവ് തോന്നിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ ഫൈനലി അസർബൈജാനിൽ എത്തിച്ചേർന്നു. ഭയങ്കര കൊടും തണുപ്പാണ്. അപ്പോൾ വാഷ്റൂമിലേക്ക് പോയി ഞങ്ങൾ ഫസ്റ്റ് തന്നെ. എന്നിട്ടൊരു ചെറിയ കോസ്റ്റ്യൂം ചേഞ്ച് ഹെസമോൾക്ക് അനിവാര്യമാണ്, എന്നാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ വാഷ്റൂമിൽ പോയി. പിന്നെ ഹെസമോളുടെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ ലഗേജൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്യൂവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ, വിസ ഓൺ അറൈവൽ എടുത്ത ആൾക്കാരൊക്കെ. പക്ഷെ നമ്മൾ വേഗം തന്നെ പുറത്തേക്ക് എത്തി. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രാവൽസിൻ്റെ ത്രൂ വിസയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഹെസമോളുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ പുറത്തെത്തിയപ്പോൾ തന്നെ നമ്മുടെ ടൂർ ഗൈഡ് കം ഡ്രൈവർ
നൂർലാൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. നമ്മൾ പേരും പിടിച്ച് ഇവിടെ വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിയാണ് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഭയങ്കര തണുപ്പാണ് അവിടെ. വായു കൂടെ പുക വരുന്നു ഗൈസ്. അടിക്കൊക്കെ പുക വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. എന്തായാലും ഹെസ ബേബിക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായി. ഇനി അവളുടെ ഗ്ലൗസും കൂടി എടുത്തിട്ട് കൊടുക്കണം കയ്യിൽ. നമ്മളപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ ഒരു നവംബർ ഡിസംബർ മന്താണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കിടാനുള്ള സ്വെറ്റർ, ഗ്ലൗസ്, തലയിൽ വെക്കാൻ, അതെ തലയിൽ വെക്കാനുള്ള ക്യാപ്പ്, ഇതൊക്കെ നമ്മുടെ ഈസി ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ തണുത്ത് കുറച്ച് കോച്ചി ഒരു പെരുവെമ്മവും ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പാർക്കിങ്ങിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡിനോട് നമുക്ക് പറയാം. ഫോട്ടോ ഗ്രൂപ്പിലിടാം. അസർബൈജാൻ മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളെങ്കിലും ഇത്രയും വലിയ വണ്ടിയാണ് കേട്ടോ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് ഡയറക്റ്റ്ലി നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്കായിരിക്കും പോവുക, ഹോട്ടൽ റൂമിലേക്ക്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വണ്ടി. അതെ, ഇതാണ് അമാനി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലുള്ളൊരു ഗുണം. ലെക്കോ ദേ പ്രൊവൈഡ് ദ ബെസ്റ്റ് ഗൈഡ്. ഓൾറെഡി നമ്മുടെ പേരൊക്കെ പിടിച്ചിട്ട് വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഹെസലി ചന്ദ്രനിൽ നിന്ന് വന്ന ബന്ധുവിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ. ഇതാണ് രണ്ടാക്കും പണി. പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ യൂറോപ്പ് ടച്ച് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കുറച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റും കുറച്ച് യൂറോപ്പ്, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആണ് ഇവിടെ. ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ അസർബൈജാൻ്റെ റോഡൊക്കെ കാണാൻ? ആക്ച്വലി ഇത് ഒരു മിഡിൽ ഈസ്റ്റ് പ്ലസ് ഒരു യൂറോപ്യൻ ടച്ച് കൊടുത്തിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒട്ടും തണുപ്പില്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മോനെ കൊടും തണുപ്പാണ്, നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കൊടും തണുപ്പായിരുന്നു കേട്ടോ. അപ്പം സ്വെറ്ററൊക്കെ അനിവാര്യമാണ് നവംബർ ഡിസംബർ പോകുന്നവരൊക്കെ. നമ്മളിവിടെ അടുത്തുള്ളൊരു പെട്രോൾ സ്റ്റേഷനിൽ ഗൈഡ് തന്നെ നമ്മളെ കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ചും ആക്കാം, അതേപോലെ തന്നെ സിം കാർഡും ആക്കാം. ഗൈസ്, നമ്മൾ $350 തൽക്കാലം മാറിയത്. പിന്നെ ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡോളർ മാറ്റാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഡോളർ തന്നെ ഇവിടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ $350 കൊടുത്തപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ കറൻസി. മന്നത്ത് എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് കിട്ടിയത് എത്ര മന്നത്താണെന്നറിയോ? 590 അല്ലേ? 590 മന്നത്താണ് നമുക്ക് കിട്ടിയത്. ഈ 590 മന്നത്തിൽ നമ്മൾ 60 മന്നത്ത് കൊടുത്തിട്ടാണ് 30 GB ഒരു സിം കാർഡ് വാങ്ങിച്ചു. അത് 1 മന്ത് യൂസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ നമ്മൾ ആകെ 4-5 ഡേയ്സ് ഇവിടെ ഉണ്ടാവുള്ളൂ. ഏതായാലും 30 GB ഉണ്ട് കേട്ടോ. സോ ഇറ്റ്സ് ഓൺ. ഞാൻ എൻ്റെ ഫോണിലാണ് സിം ഇട്ടിരിക്കുന്നത്. സിം ഇടാണ്ട് നമുക്കൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും 60 മന്നത്ത് 30 GB സിം കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കറൻസി. വേറൊരു കാര്യം, നിങ്ങൾ അസർബൈജാനിലേക്ക് വരുമ്പോൾ ദിറംസായിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നിങ്ങളത് ഡോളറായിട്ട് കൊണ്ടുവരണം. ഡോളറായിട്ട് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ കൊണ്ടുവന്നിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് അത്രയും നല്ല റേറ്റ് കിട്ടുന്നില്ല. പുറത്തൊരു നല്ല ഏരിയ നമ്മുടെ ഗൈഡ് കാണിച്ചു തന്നു, അവിടെയാണ് നമ്മൾ ഇത് മാറ്റിയത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ.
ഫുഡ് മുഖ്യമാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഫുഡ് മുഖ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ബാക്കു സിറ്റി ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. സെയിം ഡേ തന്നെ. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഞങ്ങളുടെ കുറച്ച് ചളികളും ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ നല്ല ലക്ഷറി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രെഡ് ജാം, ചീസ് ജാം, ബ്രെഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എഗ്ഗിൻ്റെയൊക്കെ ഒരു കളിയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എന്തായാലും 180 AD നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഞങ്ങൾ അസർബൈജാനിലെ ഫസ്റ്റ് ഡേ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സർവീസും നല്ല കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും ബാക്കു സിറ്റിയിലുള്ള ഐറിസ് ഹോട്ടലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടി ആയിരുന്നു അവർ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഫസ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നത്. എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഐറിസ് ഹോട്ടലിലാണ്. ഇവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. നല്ല കസ്റ്റമർ സർവീസ്, എന്തുണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂം നമ്മൾ കണ്ടിട്ടില്ല, നോക്കാം. എന്നാലും ഞങ്ങൾ റൂമിലെത്തി. റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓപ്പൺ ഓക്കേ. ക്യാമറമാൻ്റെ പരിക്കെടുത്തു. റൂം ഈസ് നൈസ്. ഓള് വാവെന്നൊക്കെ വെക്കുന്നുണ്ട്. വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമാണ് നമുക്ക് മെയിനില്ലേ. വാഷ്റൂമൊക്കെ അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ ഗൈസ്. കൊള്ളാം. ഇവിടെ വ്യൂ ഉണ്ടോ? ഓക്കെ, വ്യൂ ഇല്ല. ബട്ട് ദാറ്റ്സ് anyway, it's a normal room guys. It's a normal room. അതെ. ഏതായാലും അസർബൈജാനിൽ വരുമ്പോൾ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഹോട്ടൽ നോക്കുന്നവർക്ക് ഐറിസ് ഹോട്ടൽ നോക്കാം. ഭയങ്കര സൗകര്യമാണ്. പിന്നെ മൊത്തം ഫാമിലീസ് ആണ്. ഞങ്ങൾ താഴെ തന്നെ റിസപ്ഷൻ ഒരുപാട് മലയാളി ഫാമിലീസിനെ കണ്ട്. അതെ, 6th ഫ്ലോറിൽ റെസ്റ്റോറൻറ്റും 7th ഫ്ലോറിൽ ഷീഷ കഫേ, അങ്ങനത്തെ കോഫി അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് പറഞ്ഞു. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.